KPCC നേതൃമാറ്റത്തിൽ കേരള നേതാക്കൾ പല തട്ടിലെന്ന് വാർത്ത. നേതൃമാറ്റം അടക്കം സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. കെ സുധാകരന്റെ പരിമിതികളാണ് ഒരു വിഭാഗം AICC ജനറൽ സെക്രട്ടറിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് ടെലിഫോണിൽ. സലീം, വിശദാംശങ്ങൾ. KPCC-യിൽ ഒരു നേതൃമാറ്റം വേണമെന്ന ആലോചന ഹൈക്കമാൻഡ് കൂടി തുടങ്ങിയിരിക്കുന്നു. അത് KPCC-യിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് അതിനൊരു ശ്രമം നടത്തുന്നു, മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ നേരിൽ കണ്ട പുനഃസംഘടനയിൽ അഭിപ്രായം തേടുകയാണ്. ഈ അഭിപ്രായത്തിലാണ് നേതാക്കന്മാർ തമ്മിൽ പല അഭിപ്രായം, ഒരു ഏകസ്വരം എവിടെ നിന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സമ്പൂർണ്ണ പുനഃസംഘടന വേണം, KPCC അധ്യക്ഷനായ കെ സുധാകരനെ കൂടി മാറ്റി ഒരു പുനഃസംഘടന വേണമെന്ന ഒരു വിഭാഗം നേതാക്കൾ ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടു. പകരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പേര് നിർദ്ദേശിക്കില്ല, ഈ സംസ്ഥാനത്ത് നിന്ന് തന്നെ പേര് നിർദ്ദേശിച്ച് നൽകണം, കേരള നേതാക്കൾ തന്നെ പേര് മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു. എന്നാൽ അപ്പോൾ കെ സുധാകരൻ തുടർന്നുകൊണ്ട് KPCC-യിൽ ഒരു അഴിച്ചുപണി വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെച്ചത്. ചിലരാവട്ടെ കെ സുധാകരനെ മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരന്റെ പരിമിതികൾ നേതൃത്വത്തെ അറിയിക്കാനായിരുന്നു ശ്രമിച്ചത്. മാത്രമല്ല, ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് തന്നെ എടുക്കണമെന്നും ആവശ്യമുയർന്നു. പ്രത്യേകിച്ചും പുതിയൊരു പേര് തങ്ങളായി നിർദ്ദേശിക്കില്ല എന്ന് ചിലർ കേരള നേതാക്കൾ കൂടി പറയുന്നൊരു സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശനാവട്ടെ അതിൽ നിലപാടെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ്, പക്ഷേ എന്തായാലും അത് ഉചിതമായൊരു നിലപാടാകണം എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിൽ സമവായം വേണമെന്ന ഉറച്ച ആവശ്യമാണ് ദീപാദാസ് മുൻഷിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് യോഗ